തിരുവോണം രേണുസുതി ആഘോഷിച്ചത് ബിഗ് ബോസ് ഹൗസിൽ സഹമത്സരാർത്ഥികൾക്ക് ഒപ്പമായിരുന്നു. അമ്മ അടുത്തില്ലെങ്കിലും അസലൊരു ഓണാഘോഷം റിതപ്പന് വേണ്ടി ചേട്ടൻ കിച്ചു ഒരുക്കിയിരുന്നു. റിതപ്പന്റെ 5ാം പിറന്നാൾ ഗംഭീരമായി ആഘോഷിക്കാൻ കൊല്ലം സുധിയുടെ അമ്മയും ചേട്ടനും കുടുംബവും കിച്ചുവുമെല്ലാം അടുത്തിടെ കോട്ടയത്തെ സുധിലയത്തിൽ വന്നിരുന്നു. അന്ന് അവിടെ വെച്ച് എല്ലാവരും ഓണം ആഘോഷിക്കാൻ കൊല്ലത്തേക്ക് കിച്ചുവിനെ ക്ഷണിക്കുകയും ചെയ്തു. രേണുവിന്റെ മാതാപിതാക്കളും ചേച്ചിയും മക്കളും റിതപ്പനും ഒരുമിച്ചാണ് കൊല്ലത്തെ വീട്ടിലേക്ക് എത്തിയത്. ചില അസൗകര്യങ്ങൾ കാരണം ഓണം ആഘോഷിച്ചത് അവിടെ തന്നെയായിരുന്നു. റിതപ്പനെയും രേണുവിന്റെ കുടുംബത്തിനെയും വരവേൽക്കാൻ ഗംഭീര വിരുന്നും സുധിയുടെ കുടുംബം ഒരുക്കിയിരുന്നു. സുധിയുടെ മരണം സംഭവിച്ച് 2 വർഷത്തിന് ശേഷമാണ് റിതുൽ അച്ഛൻ്റെ കൊല്ലത്തേക്ക് വീട്ടിലേക്ക് വരുന്നത്. വളരെ വിരളമായി മാത്രമേ സുധിയുടെ ഇളമയ മകനെ നേരിട്ട് കാണുവാൻ കിട്ടൂ എന്നതുകൊണ്ട് തന്നെ ബന്ധുക്കൾ അടക്കം എല്ലാവരും ഒത്തുകൂടിയിരുന്നു. സുധിയുടെ തനി പകർപ്പെന്നാണ് റിതുലിനെ കാണുമ്പോൾ സുധിയുടെ അമ്മ പറയാറുള്ളത്. കൊച്ചുമകനെ ഉമ്മ വെച്ചും കൊഞ്ചിച്ചും മതിയായിട്ടിരുന്നില്ല എന്ന സുധിയുടെ അമ്മയുടെ വാക്കുകൾ. ഋതപ്പനും രേണുവിന്റെ സഹോദരിയുടെ മക്കൾക്കും വേണ്ടി ഓണക്കോടിയും സുധിയുടെ ചേട്ടനും കുടുംബവും സമ്മാനിച്ചു. ഓണസദ്യ മാത്രമായിരുന്നില്ല, പകരം ഋതപ്പന് ഏറെ ഇഷ്ടമുള്ള ബിരിയാണിയായിരുന്നു പിച്ചു അനിയനു വേണ്ടി ഒരുക്കിയിരുന്നത്. ഏറെ നേരം സുധിയുടെ കുടുംബത്തിനോടൊപ്പം ചിലവഴിക്കുകയും ഓണക്കളികളിൽ പങ്കെടുക്കുകയും ചെയ്ത ശേഷമാണ് ഋതപ്പനും രേണുവിന്റെ മാതാപിതാക്കളും എല്ലാം മടങ്ങിയത്. ഓണത്തിന് 2 ദിവസം മുമ്പ് അനിയനെ കാണാനും ഓണക്കോടി കൊടുക്കാനും കിച്ചു കോട്ടയത്ത് വന്നിരുന്നു. ഋതപ്പന് ഒപ്പമുള്ള ഓണാഘോഷത്തിന്റെ വീഡിയോ കിച്ചു പങ്കിട്ടതോടെ വൈറലായി മാറി. നിരവധി ഓണാശംസകളും പ്രാർത്ഥനകളും നേർന്നുകൊണ്ടുള്ള കമന്റുകൾ കുറിച്ചു. രണ്ട് കുടുംബവും ഇപ്പോഴും സന്തോഷത്തോടെ ചേർന്ന് നിൽക്കുന്നതിന്റെ പ്രധാന കാരണം കിച്ചുവാണെന്ന് ഏറെയും കമന്റുകൾ. കിച്ചു രണ്ട് ഫാമിലിയുടെയും സ്നേഹത്തോടെയും ബഹുമാനത്തെയും ചേർത്ത് പിടിക്കുക. റെയ്നു പാവമാണ്, ഒരിക്കലും അവർക്കൊരു വേദന വെളിപ്പെടുത്തി കിച്ചുവിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവരുത്. കുത്തിത്തിരിപ്പ് വ്ളോഗേഴ്സിന്റെയും യൂട്യൂബർമാരുടെയും കെണിയിൽ വീരത്. കിച്ചുവിനെ കാണുമ്പോൾ സുധിയുടെ ഈ ലോകത്തിൽ നിന്ന് കിട്ടാതെ പോയെന്ന് തോന്നുന്നില്ല. വളരെ സന്തോഷം തോന്നി എല്ലാവരും ഒരുമിച്ച് കണ്ടപ്പോൾ എന്നിങ്ങനെ നീളുന്നു കമന്റുകൾ. സുധിയുടെയും വീടുമായി ബന്ധപ്പെട്ട അടക്കം വിവാദമുണ്ടായപ്പോൾ രേണു സുധിയുടെ കുടുംബവും തമ്മിൽ അത്ര സ്വരച്ചേർച്ചയിൽ അല്ലെന്ന തരത്തിൽ പ്രചരിച്ചിരുന്നു. അതിനാലാണ് കിച്ചു റിയനോടൊപ്പം കോട്ടയത്ത് നിൽക്കാൻ കൊല്ലത്ത് താമസിക്കുകയെന്നും പഠിക്കുന്നതെന്നും പ്രചരിച്ചു. അത്തരത്തിലുള്ള എല്ലാ പ്രചാരണങ്ങളെയും ഇല്ലാതാക്കുന്ന തരത്തിലാണ് ഇപ്പോൾ കിച്ചുവിൻ്റെ ബ്ലോഗുകൾ. സുധിയെ ക്രിസ്ത്യൻ ആചാരപ്രകാരം കോട്ടയത്തെ ഒരു പള്ളി സെമിത്തേരിയിലാണ് അടക്കിയിരിക്കുന്നത്.